once again you are welcome to the English class. I hope everybody are well at home and keep safe in your home. എല്ലാവരും വീട്ടിൽ തന്നെ ഇരിക്കുക, എല്ലാവരും സേഫ് ആയിട്ട് തന്നെ ഇരിക്കണം. Okay, so are you ready for the class? So in the last class what we have studied, do you remember? കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ എന്താ പഠിച്ചതെന്ന് ഓർക്കുന്നുണ്ടോ? We studied about a conjunction, that is and. And എന്ന് പറയുന്ന ഒരു കൺജങ്ഷനെ കുറിച്ചിട്ടാണ് നമ്മൾ പഠിച്ചത് അല്ലേ? So I hope everybody understood the class very well. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിലെ ക്ലാസ് എല്ലാവർക്കും മനസ്സിലായെന്ന് ടീച്ചർ വിചാരിക്കുകയാണ്. So today's class we can begin with the home task that I gave you in the previous class. തൊട്ട് മുമ്പത്തെ ക്ലാസ്സിൽ ടീച്ചർ ക്ലാസ് വൈൻഡ് അപ്പ് ചെയ്തത് കുറച്ച് ഹോം ടാസ്ക് തന്നിട്ടാണ്. ഡു യു റിമെമ്പർ? ഹോം ടാസ്ക് ഹോംവർക്ക് തന്നിട്ടാണ്. ഡു യു റിമെമ്പർ? ഹാവ് യു ഡൺ ഇറ്റ്? നിങ്ങളത് ചെയ്തു എന്ന് വിചാരിക്കുന്നു. സോ വി ക്യാൻ സ്റ്റാർട്ട് അവർ ക്ലാസ് വിത്ത് ദ ഹോം ടാസ്ക്. Okay, so all of you take your textbook, notebook and a pen for our today's class. Okay, just open your notebook and take the home task. I hope everybody are ready with your home task. So this is a very important session. Okay, and this is related with the grammar, as we all know. So you have to study it well. Otherwise, you won't be able to answer for the exam. All these are so simple, isn't it? നിങ്ങൾ ഈ ആൻഡിൻ്റെ ഉപയോഗം എങ്ങനെയാണെന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കിയില്ലെങ്കിൽ നിങ്ങൾക്ക് ഈ ചോദ്യത്തിന് ഉത്തരം എഴുതാനായിട്ട് പറ്റില്ലേ എപ്പോൾ? പരീക്ഷയ്ക്ക്. സോ ദിസ് ഈസ് വെരി സിമ്പിൾ, വളരെ എളുപ്പമുള്ള ഒരു കാര്യമാണ്. സോ യു ഹാവ് ടു സ്റ്റഡി ഇറ്റ് വെൽ. എന്ത് ചെയ്യണം? നല്ല പോലെ വായിച്ച് മനസ്സിലാക്കണം, പഠിക്കണം, എഴുതി പഠിക്കണം. കൂടുതൽ സെൻറ്റൻസുകൾ ടെക്സ്റ്റിൽ നിന്ന് കണ്ടെത്തി വർക്കൗട്ട് ചെയ്യണം. ഓക്കെ. ആൻഡ് ഇപ്പോൾ ഈ എടുത്തത് ആർക്കെങ്കിലും മനസ്സിലാവാത്തുണ്ടെങ്കിൽ അഗൈൻ ഐ ആം ഗോയിങ് ടു ടെൽ യു ഹൗ വി ക്യാൻ ഡു ദിസ് തിങ്. ഇതെങ്ങനെയാണ് ചെയ്യാന്നുള്ളത് ടീച്ചർ ഒരിക്കൽ കൂടെ പറയുന്നുണ്ട്. സോ ലെറ്റ്സ് മൂവ് ടു ദ ഹോം ടാസ്ക് നൗ. നമുക്ക് എന്ത് ചെയ്യാം? ഈ ഹോം ടാസ്കിലേക്ക് പോകാം. Okay, so here are the sentence. So the first sentence, Sita closed the door and started talking. So this is our first sentence, that is Sita closed the door and started talking. So which is the first step that we have to do when we get a sentence? ഈ ആൻഡിന്റെ കൺജങ്ഷൻ വെച്ചിട്ട് എന്താണ് നമ്മുടെ ഹോം ടാസ്ക്? എന്താ? We have to split this sentence into two. അല്ലേ? നമുക്ക് ഈ സെന്റൻസിനെ എത്രയായിട്ട് തിരിക്കണം? രണ്ടെണ്ണമായിട്ട്. ഓക്കെ. സോ വാട്ട് ഈസ് ദ ഫസ്റ്റ് സ്റ്റെപ്പ് വി ഹാവ് ടു ഡു? എന്താ നമ്മൾ ആദ്യം ചെയ്യേണ്ടത്? ഫസ്റ്റ് വി ഹാവ് ടു ഫൈൻഡ് ഔട്ട് ദ ആൻഡ്. ആൻഡ് എവിടെയാണെന്നുള്ളത് കണ്ടെത്തണം അല്ലേ? സോ ഹിയർ വി ക്യാൻ സീ ദ ആൻഡ്. ആൻഡ് വിച്ച് ഈസ് ദ നെക്സ്റ്റ് സ്റ്റെപ്പ്? ആദ്യം ആൻഡ് കണ്ടുപിടിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ we all know that the sentence which comes before and is the first answer, first sentence. ഈ ആൻഡിന് തൊട്ട് മുമ്പിൽ വരുന്നതാണ് ആദ്യത്തെ സെന്റൻസ് എന്ന് എല്ലാവർക്കും അറിയാം. അപ്പൊ നമുക്ക് വേഗം എഴുതാം. അപ്പോ സെന്റൻസ് എ, സീത closed the door. ഫസ്റ്റ് സെന്റൻസ് കിട്ടി. എന്താണ്? സീത ക്ലോസ് ദ ഡോർ. ഇനി നമുക്ക് എന്ത് ചെയ്യണം? രണ്ടാമത്തെ സെന്റൻസ് കണ്ടെത്തണം. രണ്ടാമത്തെ സെന്റൻസ് എങ്ങനെ കണ്ടെത്താന്നാണ് ടീച്ചർ പറഞ്ഞത്? യു ഹാവ് ടു ഫൈൻഡ് ഔട്ട് ദ ലാസ്റ്റ് പാർട്ട് ഓഫ് ദ സെന്റൻസ്. ആൻഡിന് ശേഷം വരുന്ന സെന്റൻസിന്റെ ഭാഗം നമ്മൾ കണ്ടെത്തണം. അപ്പൊ എന്താണ്? സ്റ്റാർട്ടഡ് ടോക്കിംഗ്. ടോക്കിംഗ് അല്ല അല്ലേ? ഡാൻസിങ് ആണ് അല്ലേ? നിങ്ങൾക്ക് തന്നിട്ടുള്ളത് ഡാൻസിങ് ആണ്. കുഴപ്പമില്ല, അവിടെ ഡാൻസിങ് എന്ന് എഴുതാൻ മതി. ടീച്ചർ ആ ക്വസ്റ്റ്യൻ എഴുതിയപ്പോൾ ഒന്ന് തെറ്റിയതാന്ന് തോന്നുന്നു.
ഓക്കെ, അപ്പൊ ഇവിടെ എന്തെന്ന് എഴുതണം? സീത. ഇവിടെ സബ്ജക്റ്റ് നമുക്ക് കണ്ടെത്തണം. അപ്പൊ ഇവിടെ ആരാണ് സബ്ജക്റ്റ് ഇവിടെ വരുന്നത്? സീതയാണ് അല്ലെ. അപ്പൊ ഇവിടെ നോക്കൂ, സീത സ്റ്റാർട്ടഡ് ടോക്കിംഗ് ആണ് ടീച്ചറോട് എഴുതിയിട്ടുള്ളത്. നിങ്ങൾക്ക് തന്നിട്ടുള്ള ചോദ്യത്തില് ഡാൻസിങ് ആയിരിക്കും. അപ്പൊ അത് നിങ്ങൾ ശരിയാക്കി എഴുതിയാൽ മതി കേട്ടോ. അപ്പൊ സീത സ്റ്റാർട്ടഡ് ടോക്കിംഗ്. അപ്പൊ രണ്ടാമത്തെ സെന്റൻസ് എന്താ? സീതയാണ് സബ്ജക്റ്റ്, സ്റ്റാർട്ടഡ് ടോക്കിംഗ്. ഇവിടെ ടീച്ചർ വീണ്ടും വീണ്ടും പറയാണ്, ടീച്ചർ എഴുതിയപ്പോ തെറ്റിയതാണ്. ടോക്കിംഗ് അല്ല ഇവിടെ വരുന്നുണ്ടാവുക, ഡാൻസിങ് ആണ്. ഓക്കെ, അപ്പൊ നിങ്ങൾ അത് വേറെ അത് അങ്ങോട്ട് തിരിച്ച് എഴുതിയാൽ മതി. സോ ഐ ഹോപ്പ് യു ഹാവ് അണ്ടർസ്റ്റുഡ് ദ ഫസ്റ്റ് ഹോം ടാസ്ക്. ഒന്നാമത്തെ ഹോം ടാസ്ക് എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. സോ ലെറ്റ്സ് മൂവ് ടു ദ സെക്കൻഡ് വൺ. രാജു climbed on a tree and plucked a flower. ഏതാണ് സെക്കൻഡ് സെന്റൻസ്? രാജു climbed on a tree and plucked a flower. First step, we have to find out and. കണ്ടെത്തി. Then first sentence, അതായത് ആൻഡിന്റെ തൊട്ട് മുമ്പിൽ വരുന്നതാണ് ഫസ്റ്റത്തെ സെന്റൻസ്. സോ വി ക്യാൻ റൈറ്റ് ഇറ്റ്. ഫസ്റ്റ് സെന്റൻസ് ഇതാണ്. രാജു climbed on a tree. രാജു climbed on a tree. സെന്റൻസ് ഫുള്ളായി. ഇനി ഒരു സെക്കൻഡ് സെന്റൻസ് കണ്ടെത്തണം. അപ്പൊ സെക്കൻഡ് സെന്റൻസ് ആൻഡിന് ശേഷമുള്ളതാണ് വരികയെന്നറിയാം. അതിലേക്ക് നമുക്ക് എന്തിന്റെ കൂടെ ആവശ്യമുണ്ട്? സബ്ജക്റ്റിന്റെയും കൂടെ ആവശ്യമുണ്ട്. സോ വിച്ച് ഈസ് ദ സബ്ജക്ട് ഹിയർ? യെസ്, വെരി ഗുഡ്, ദാറ്റ് ഈസ് രാജു. അപ്പോ എങ്ങനെ എഴുതുക? ബി രാജു plucked a flower. എന്താ വരിക? രാജു plucked a flower. രണ്ടാമത്തെ ഹോം ടാസ്ക് എല്ലാവർക്കും മനസ്സിലായെന്ന് ടീച്ചർ വിചാരിക്കുന്നു. ഓക്കെ, സോ ആൻഡ് ദ തേർഡ് വൺ, ലുക്ക് അറ്റ് ഹിയർ. മദർ went near Raju and started talking to him. തേർഡ് സെന്റൻസ് ഇതാണ്. മദർ went near Raju and started talking to him. മദർ രാജുവിന്റെ അടുത്തേക്ക് ചെന്നു, എന്നിട്ട് അവനോട് സംസാരിക്കാനായിട്ട് തുടങ്ങി. സോ ഹൗ വിൽ യു റൈറ്റ്? ദിസ് ഇസ് ദ ഫസ്റ്റ് സ്റ്റെപ്പ് വി ഹാവ് ടു ഡു. വി ഹാവ് ടു ഫൈൻഡ് ഔട്ട് ആൻഡ്. ആൻഡിന് റൗണ്ട് ചെയ്തു. ഇനി ആൻഡിന്റെ മുമ്പ് ഏതാണ്? എ. മദർ went near രാജു. എല്ലാവരും ശരിയല്ലേ? യെസ്, വെരി ഗുഡ്. ഓക്കെ, അപ്പൊ ആൻഡിന് തൊട്ട് മുമ്പിലുള്ളതാണ് നമ്മുടെ ഫസ്റ്റ് സെന്റൻസ്. അപ്പൊ അത് എഴുതി. രാജു വെന്റ് നിയർ, അല്ല, മദർ വെന്റ് നിയർ രാജു. ഓക്കെ, ഇനി രണ്ടാമത്തെ സെന്റൻസ് നമുക്ക് കണ്ടെത്തണം. ആൻഡിന് ശേഷമാണ്. അവിടെ നമ്മൾ എന്തും കൂടെ ആഡ് ചെയ്യണം? സബ്ജക്റ്റും കൂടെ ആഡ് ചെയ്യണം. സോ വിച്ച് ഈസ് ദ സബ്ജക്ട് ഹിയർ? ദാറ്റ് ഈസ് മദർ, isn't it? So second sentence ഏതാ വരിക? മദർ started talking to him. Mother started talking to him. കിട്ടിയിട്ടുണ്ടാവും വിചാരിക്കുന്നു അല്ലെ. വളരെ എളുപ്പമുള്ള ഹോം ടാസ്ക് ആയിരുന്നു അല്ലെ. അപ്പോ ടീച്ചർ ഇതുപോലെ എഴുതിയെന്ന് വിചാരിച്ചിട്ട് ആരും ഇതുപോലെ കള്ളി വരച്ച് എഴുതേണ്ട കാര്യമില്ല. ഒരു ബോർഡിൽ തന്നെ 3 സെന്റൻസ് ഉൾക്കൊള്ളിക്കാൻ വേണ്ടി മാത്രമാണ് ടീച്ചർ ഇങ്ങനെ കള്ളി വരച്ചിട്ട് എഴുതിയത്. നിങ്ങൾ എഴുതുമ്പോൾ എങ്ങനെ വേണം? കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ ചെയ്തില്ലേ, ലോങ് സെന്റൻസുകളായിട്ട് എഴുതിയിട്ട് അതിൻ്റെ അടിയിൽ ആൻസർ എഴുതിയില്ലേ, അതുപോലെയാണ് നിങ്ങൾ നോട്ട്ബുക്കിൽ എഴുതേണ്ടത്. ഐ ഹോപ്പ് എവ്രിബഡി അണ്ടർസ്റ്റുഡ് ദിസ് ഹോം ടാസ്ക് വെരി വെൽ. ആൻഡ് നൗ we are going to study, we are going to learn the next part of this activity. So in the previous session, നമ്മൾ തൊട്ട് മുമ്പ് പഠിച്ചത് എങ്ങനെയാ? How we can split the sentence into two. ഒരു സിംഗിൾ സെന്റൻസ് തന്നിട്ട് നമുക്ക് അതിനെ എങ്ങനെയാണ് രണ്ടെണ്ണമായിട്ട് സ്പ്ലിറ്റ് ചെയ്യാനാണ് നമ്മൾ പഠിച്ചത്. And the second part of this activity is combine the sentence using and. നമുക്ക് എന്ത് വേണം? കമ്പൈൻ ചെയ്യണം. എന്താണ് കമ്പൈൻ ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കൂട്ടിച്ചേർക്കുക. നമുക്ക് എന്ത് ചെയ്യണം? We have to combine the sentence using and.
മനസ്സിലായോ? അപ്പൊ കമ്പൈൻ ചെയ്യണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എത്ര പാർട്ട് ഉണ്ടാവും അവിടെ? അപ്പൊ നമുക്ക് 2 സെന്റൻസ് ഉണ്ടാവും, ഇതുപോലെ 2 സെന്റൻസ് ഉണ്ടാവും. അപ്പൊ ആ 2 സെന്റൻസിന് നമ്മൾ എന്ത് ചെയ്യണം? ആൻഡ് ഉപയോഗിച്ചിട്ട് കൂട്ടിച്ചേർക്കണം. കേട്ടോ? മനസ്സിലായോ? അത് നമ്മളിപ്പോ തന്നെ ചെയ്തതിന്റെ ജസ്റ്റ് ഓപ്പോസിറ്റ് ആണ്. അപ്പൊ നമുക്ക് വേഗം ചെയ്ത് നോക്കാം. ഓക്കെ, സോ ലുക്ക് അറ്റ് ദ ഫസ്റ്റ് സെന്റൻസ്. രാധ വാസ് വാക്കിംഗ്. ടീച്ചറുടെ സ്വന്തം എക്സാമ്പിളുകളാണ്. അത് കഴിഞ്ഞിട്ട് നമുക്ക് ടെക്സ്റ്റുവലിലേക്ക് പോകാം, ടെക്സ്റ്റുവൽ ആക്ടിവിറ്റിയിലേക്ക് പോകാം. രാധ വാസ് വാക്കിംഗ്. രാധ എന്ത് ചെയ്യായിരുന്നു? നടക്കുകയായിരുന്നു. രാധ വാസ് ഈറ്റിംഗ് ആൻ ആപ്പിൾ. രാധ വാസ് ഈറ്റിംഗ് ആൻ ആപ്പിൾ. ആ രാധ ഒരു ആപ്പിള് തിന്നുകൊണ്ടിരിക്കുകയായിരുന്നു. കേട്ടോ? അപ്പൊ 2 സെന്റൻസ് ആണ്. രാധ നടക്കുകയായിരുന്നു, രാധ ആപ്പിള് തിന്നുകയായിരുന്നു. അപ്പൊ ഇത് രണ്ടും കൂടിയിട്ട് നമ്മൾ മലയാളത്തിൽ എങ്ങനെയാ പറയാ? രാധ നടക്കുകയും ആപ്പിൾ തിന്നുകയും ചെയ്തു, അല്ലേ? നടക്കുന്നതിന്റെ ഇടയിൽ തന്നെ അവൾ എന്ത് ചെയ്തു? ആപ്പിള് തിന്നുകയും ചെയ്തു. അപ്പൊ നമ്മളിവിടെ എങ്ങനെയാണ് ആൻഡ് ഉപയോഗിച്ചിട്ട് എഴുതുക? നമുക്കൊന്ന് നോക്കി നോക്കാം. ഓക്കെ, സോ ഫസ്റ്റ് സെന്റൻസ് ഏത് ഇതുപോലെ കമ്പൈൻ ചെയ്യാൻ വന്നാലും ഫസ്റ്റ് സെന്റൻസ് നമ്മൾ അതുപോലെ തന്നെ എഴുതുക. അപ്പൊ എന്താ എഴുതുക? രാധ വാസ് വാക്കിംഗ്. അപ്പോ എന്താ ടീച്ചർ പറഞ്ഞത്? ആൻസർ എഴുതുമ്പോ ഫസ്റ്റ് സെന്റൻസ് കമ്പൈൻഡ് സെന്റൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആദ്യത്തെ സെന്റൻസ് നമ്മൾ അതുപോലെ തന്നെ എഴുതണം. അപ്പൊ ഇതാണ് നമ്മുടെ 2 സെന്റൻസ് എന്ന് നമ്മൾ പറഞ്ഞു. ഇനി ഇത് എന്ത് ഉപയോഗിച്ചിട്ടാണ് കമ്പൈൻ ചെയ്യേണ്ടത്? ആൻഡ് ഉപയോഗിച്ചിട്ട്. അപ്പൊ ഫസ്റ്റ് സെന്റൻസ് എഴുതുക. അത് കഴിഞ്ഞതിന്റെ അപ്പൊ തന്നെ നമ്മൾ എന്ത് ചെയ്യണം? ആൻഡ് കൂട്ടിച്ചേർക്കുക. മനസ്സിലായില്ലേ? ആദ്യത്തെ സെന്റൻസ് എഴുതുക. ആ ആദ്യത്തെ സെന്റൻസ് എഴുതി കഴിഞ്ഞാൽ അപ്പൊ തന്നെ നമുക്ക് കമ്പൈൻ ചെയ്യേണ്ടത് 2 സെന്റൻസുകളെ തമ്മിൽ കൂട്ടിച്ചേർക്കേണ്ടത് ആൻഡ് ഉപയോഗിച്ചിട്ടാണ്. അപ്പൊ നമ്മൾ ആൻഡ് എഴുതി. ഹാവ് യു അണ്ടർസ്റ്റുഡ്? ഇനി നമുക്ക് സെക്കൻഡ് സെന്റൻസ് നോക്കാം. അവിടെയാണ് നമുക്ക് ചേഞ്ച് വരിക. ഓക്കെ, സോ ലെറ്റ്സ് ലുക്ക്. രാധ വാസ് ഈറ്റിംഗ് ആൻ ആപ്പിൾ. കണ്ടോ? രാധ വാസ് ഈറ്റിംഗ് ആൻ ആപ്പിൾ. അപ്പൊ നമ്മൾ ഈ സെന്റൻസിൽ നോക്കുമ്പോൾ we can see that in the first sentence we can see Radha was, and the second sentence also we can see Radha was. And which is the subject here? That is Radha. Radha എന്നുള്ളതാണ് സബ്ജക്റ്റ്. was എന്നുള്ളത് എന്താണ്? വെർബ് ആണ്. was എന്ന് പറഞ്ഞാൽ എന്താണ്? വെർബ്. വെർബ് എന്ന് പറഞ്ഞാൽ നമ്മൾ പഠിച്ചിട്ടുണ്ട്, ക്രിയ, ആക്ഷൻ എന്നൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്, അല്ലെ? അപ്പോ രാധ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സബ്ജക്റ്റ് ആണ്, was എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വെർബാണ്. അപ്പൊ ഈ 2 സെന്റൻസിലും സബ്ജക്റ്റും വെർബും റിപ്പീറ്റഡ് ആയിട്ട് വന്നിട്ടുണ്ട്. സോ അത് പിന്നെ നമ്മൾ അതിൽ യൂസ് ചെയ്യേണ്ട കാര്യമുണ്ടോ? ഇല്ല. ആ സെന്റൻസിൽ നമ്മൾ ഒരു പ്രാവശ്യം യൂസ് ചെയ്താൽ മതി, പിന്നെയും അത് യൂസ് ചെയ്യേണ്ട കാര്യമില്ല ഇവിടെ. അപ്പൊ ഇവിടെ എന്തായിരുന്നു എഴുതും? രാധ വാസ് വാക്കിംഗ് ആൻഡ് ഇവിടെ ബാക്കിയുള്ളത് എന്താണ്? ഈറ്റിംഗ് ആൻ ആപ്പിൾ. ഈറ്റിംഗ് ആൻ ആപ്പിൾ. മനസ്സിലായോ? ഈറ്റിംഗ് ആൻ ആപ്പിൾ. അപ്പൊ ഇത് മനസ്സിലായോ? അപ്പൊ നമുക്ക് 2 സെന്റൻസ് ഉണ്ടായിരുന്നു. ആ 2 സെന്റൻസുകളെ നമ്മൾ എന്തുപയോഗിച്ചിട്ട് കമ്പൈൻ ചെയ്തു? ആൻഡ് ഉപയോഗിച്ചിട്ട് കമ്പൈൻ ചെയ്തു. ഹാവ് യു അണ്ടർസ്റ്റുഡ്? ഓക്കെ, ടീച്ചർ ഒന്നുകൂടെ പറയാം. 2 സെന്റൻസുകൾ ഇതായിരുന്നു. രാധ വാസ് വാക്കിംഗ്, രാധ വാസ് ഈറ്റിംഗ് ആൻ ആപ്പിൾ. ടീച്ചർ പറഞ്ഞു ആൻഡ് ഉപയോഗിച്ചിട്ട് എഴുതുമ്പോൾ ഫസ്റ്റ് സെന്റൻസ് ആദ്യം തന്നെ എടുത്ത് എഴുതണം. അപ്പൊ എന്തെഴുതി? രാധ വാസ് വാക്കിംഗ്. അതിനുശേഷം ആൻഡ് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ കമ്പൈൻ ചെയ്യേണ്ടത്. അപ്പോൾ നമ്മൾ എന്ത് എഴുതി? ആൻഡ്. ഇനി അതിനുശേഷം സെക്കൻഡ് സെന്റൻസ് എടുക്കുക. അതില് സബ്ജക്റ്റിനെ മാറ്റി നിർത്തുക. പിന്നെ സബ്ജക്റ്റ് വീണ്ടും ഉപയോഗിക്കേണ്ട കാര്യമില്ല. ഈ സെന്റൻസിന്റെ പ്രത്യേകത എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ വെർബും റിപ്പീറ്റഡ് ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പൊ അവർ 2 ആളും റിപ്പീറ്റഡ് ആയി വന്നിട്ടുള്ള കാരണം അവരെ നമ്മൾ റിമൂവ് ചെയ്യാം. അവരെ നമ്മൾ റിമൂവ് ചെയ്യുക, മാറ്റി നിർത്തുക. എന്നിട്ട് ബാക്കിയുള്ളത് എടുത്ത് എഴുതുക. അപ്പൊ എന്തെന്നാ വരിക? ഈറ്റിംഗ് ആൻ ആപ്പിൾ. മനസ്സിലായോ? അപ്പൊ എന്താണ് സെന്റൻസ് വരിക? രാധ വാസ് വാക്കിംഗ് ആൻഡ് ഈറ്റിംഗ് ആൻ ആപ്പിൾ. മനസ്സിലായെന്ന് വിചാരിക്കുന്നു. സോ ലെറ്റ്സ് മൂവ് ടു ദ നെക്സ്റ്റ് എക്സാമ്പിൾ. So hello my dear friends, here we have the second example. Okay, so look at this example. Okay, the sentence is she looked eagerly into it.
Second sentence, she saw the face of a woman in it. കണ്ടോ രണ്ട് സെന്റൻസും. ആർ യു ഫെമിലിയർ വിത്ത് ദീസ് സെന്റൻസസ്? നിങ്ങൾക്ക് ഈ സെന്റൻസുകൾ നിങ്ങൾക്ക് പരിചയമുണ്ടോ? ഉണ്ട് അല്ലേ? ഓക്കെ, വെരി ഗുഡ്. സോ ദീസ് ആർ ദ സെന്റൻസസ് ടേക്കൺ ഫ്രം ദ ഐലൻഡ്. ഓക്കെ, സോ ഷീ ലുക്ക്ഡ് ഈഗർലി ഇൻടു ഇറ്റ്. അവള് തിടുക്കത്തോട് കൂടിയിട്ട് അതിലേക്ക് നോക്കി. ഷീ സോ ദ ഫേസ് ഓഫ് എ വുമൺ ഇൻ ഇറ്റ്. അതിലേക്ക് നോക്കിയപ്പോൾ അതിൻ്റെ ഉള്ളിൽ ഒരു സ്ത്രീയുടെ മുഖം കണ്ടു. Okay, so how will you write this answer? So, answer എന്ന് എഴുതിയിട്ട് we have to, what is the task we have to do? We have to combine the sentence using and. ഈ and ഉപയോഗിച്ചിട്ട് ഈ രണ്ട് സെന്റൻസുകളെ സിംഗിൾ ആക്കിയിട്ട് എഴുതണം അല്ലേ? So, let's look. First sentence അതുപോലെ തന്നെ നമുക്ക് എഴുതാം. We have to write the first sentence as it is. Okay, so she looked eagerly into it. She looked eagerly into it. അപ്പോൾ ആദ്യത്തെ സെന്റൻസ് കംപ്ലീറ്റ് ആയി. Now, which is the next step we have to do? We have to write the connector or the and here. Okay, or the conjunction we have to write here. Okay, so she looked eagerly into it and ഇനി ഇവിടെ നമുക്ക് നോക്കണം. രണ്ട് സബ്ജക്റ്റ് സെയിം ആണ്. അപ്പൊ നമ്മൾ ഇതിനെടുത്ത് കളഞ്ഞു. സബ്ജക്റ്റിനെ ഇവിടുന്ന് മാറ്റി. സബ്ജക്റ്റ് വേണ്ട. ഓക്കെ, എന്നിട്ട് എന്താ എഴുതണം? ആൻഡ് കഴിഞ്ഞിട്ട് ബാക്കിയുള്ളത് ആൻഡ്. സോ the face of a woman in it. The face of a woman in it. So she looked eagerly into it and saw the face of a woman in it. Okay, have you understood? Okay, so when we are combining two sentences together, first we have to write the first sentence as it is. നമ്മൾ രണ്ട് സെന്റൻസുകൾ തമ്മിൽ കൂട്ടി യോജിപ്പിക്കുമ്പോൾ ഫസ്റ്റ് ചെയ്യേണ്ട കാര്യം എന്താണെങ്കിൽ ആദ്യം തന്നിട്ടുള്ള സെന്റൻസ് അങ്ങനെ തന്നെ എടുത്തെഴുതണം. ആൻഡ് ആഫ്റ്റർ ദാറ്റ് വി ഹാവ് ടു റൈറ്റ് ദ കണക്റ്റർ ഓർ ദ കൺജങ്ഷൻ ആൻഡ്. ആ കൺജങ്ഷൻ നമ്മൾ എടുത്തെഴുതണം ആൻഡ് എന്നുള്ളത്. ആൻഡ് ആഫ്റ്റർ ദാറ്റ് വി ഹാവ് ടു റിമൂവ് ദ സബ്ജക്റ്റ് ഓഫ് ദ സെന്റൻസ്. അതിലത്തെ സബ്ജക്റ്റ് നമ്മൾ എടുത്ത് മാറ്റണം. സബ്ജക്റ്റോ അല്ലെങ്കിൽ ഇപ്പോൾ വെർബ് കൂടെ രണ്ട് സെയിം വരാണെങ്കിൽ ആ സബ്ജക്റ്റ് വെർബ് എടുത്ത് മാറ്റിയതിന് ശേഷം ബാക്കിയുള്ളത് എഴുതുക. അപ്പൊ എന്താണ് വരിക? സോ ദ ഫേസ് ഓഫ് എ വുമൺ ഇൻ ഇറ്റ്. മനസ്സിലായെന്ന് വിചാരിക്കണു അല്ലേ? അപ്പൊ ഇതുപോലെയാണ് നമ്മൾ ചെയ്യേണ്ടത്. ഇനി ലുക്ക് അറ്റ് ദ ടെക്സ്റ്റ് ബുക്ക്. ടേക്ക് പേജ് നമ്പർ 21. പേജ് നമ്പർ 21 എടുക്കും എല്ലാവരും. Look at the last part of that page. ആ പേജിൽ ഏറ്റവും അവസാനത്തെ ഭാഗത്തേക്ക് നോക്കുമ്പോൾ കാണാം. Look at these sentences. Combine using and. And ഉപയോഗിച്ചിട്ട് കമ്പൈൻ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. അതാണ് നമ്മളിപ്പോ ചെയ്തിട്ടുള്ളത്. Okay. And look below it. You have seen that the word and connects two sentences. അപ്പൊ നമ്മൾ ഇതുവരെയ്ക്കുള്ള ക്ലാസ്സിൽ നമ്മൾ കണ്ടു രണ്ട് സെന്റൻസുകളെ നമുക്ക് എങ്ങനെയാണ് and ഉപയോഗിച്ചിട്ട് കൂട്ടിച്ചേർക്കാന്നുള്ളത്. Okay. Is and used to connect two sentences only? സെന്റൻസുകളെ മാത്രം കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണോ നമ്മൾ യൂസ് ചെയ്യുന്നത് ആൻഡ്? ആണോ? അല്ല, നോ. What else is and is used for? ആൻഡ് നമ്മൾ വേറെ എവിടെയൊക്കെയാണ് കാണുക? ഒന്ന് ആലോചിച്ച് നോക്കിയാൽ കാണാം. നമ്മൾ കണ്ടിട്ടുണ്ടാവും, പല സ്ഥലങ്ങളിലും കണ്ടിട്ടുണ്ടാവും. അപ്പോൾ അത് എവിടെയൊക്കെയാണെന്നുള്ളത് ജസ്റ്റ് കണ്ടുപിടിക്കുക. ആൻഡ് ഗീവ് എക്സാമ്പിൾസ്. നമ്മൾ എന്ത് ചെയ്യണം? ഗീവ് എക്സാമ്പിൾസ്. ഇതിന് ഉദാഹരണങ്ങളായിട്ട് കണ്ടുപിടിക്കുക വേണം. ഓക്കെ, സോ വിത്ത് ദിസ്, സോ ദിസ് ഈസ് ദ ഹോം ടാസ്ക് that I am giving you. Okay, so I am winding up today's class, so we can meet at the next class. So you have to study the use of and. The use of and we can see in two types. അതായത് in a single sentence, we can split the sentence into two. ഒരു സിംഗിൾ സെന്റൻസിനെ രണ്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്യാനും പറ്റും. ആൻഡ് ദ സെക്കൻഡ് സെഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ we can
കമ്പൈൻ ദ ടു സെൻറ്റൻസസ് യൂസിങ് ആൻഡ്. രണ്ട് സെൻറ്റൻസുകളെ തമ്മിൽ കൂട്ടി യോജിപ്പിക്കാനും പറ്റും. സോ യു ഹാവ് ടു സ്റ്റഡി ബോത്ത് ദിസ് ടൈപ്പ്. Okay, so with this I am concluding my class. Okay, so wish you a good day. Okay, thank you children.